നമസ്കാരം. ഗണേഷ് കുമാറിൻ്റെ ഭാര്യ നൽകിയ പരാതി മുഖ്യമന്ത്രി വായിച്ചതിന് ശേഷം ആ പരാതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിക്കും UDF-നും എന്തേ ഇക്കാര്യത്തിൽ നിയമത്തെ അതിൻ്റെ വഴിക്ക് പോകാൻ അനുവദിക്കാത്തത്? ആ പരാതിക്ക് എന്ത് സംഭവിച്ചു? അതാണ് നിയമത്തിൻ്റെ വഴി പോകുമോ ഇല്ലയോ എന്നാണ് ജനങ്ങൾക്കും അറിയേണ്ടത്. പ്രതിപക്ഷത്തിരുന്ന് തള്ളുന്ന പോലെയല്ല ഭരിക്കാൻ കയറുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന് തള്ളുന്ന പോലെയല്ല ഭരിക്കാൻ കയറുമ്പോൾ എന്ന് ഇപ്പോൾ പിണറായിക്ക് മനസ്സിലായില്ലേ? ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പരാതി കൊടുത്തിരുന്നു. അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം. ആ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്നത്തെ പ്രതിപക്ഷത്തിരുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർ ചോദിച്ചിരുന്നു. അതേ ചോദ്യം തന്നെ ഇന്നിപ്പോൾ ജനങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇപ്പോൾ നിലവിലെ ഭാര്യയും ഗണേഷ് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്, പരാതി ഉന്നയിച്ചിരിക്കുകയാണ്. അവർ നേരിട്ട് കണ്ട കാര്യമാണ് പറയുന്നത്. എന്തായാലും ആദ്യത്തെ ഭാര്യ യാമിനി തങ്കച്ചി കണ്ടതിന് ശേഷം ചില കൈക്രിയകൾ കൂടി ചെയ്തിരുന്നു. അതിനുശേഷം ഭാര്യ എന്നെ തല്ലിയതാണെന്ന് പറഞ്ഞു മുഖം ഒക്കെ അടികൊണ്ട് ചോരയൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഗണേഷ് കുമാർ തന്നെ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തിയിരുന്നു. അത് ഭാര്യ തല്ലിയതാണ് എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഈ കേസിൽ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ ചില ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ ആ വീട്ടിൽ കയറി മുറി തുറന്നു നോക്കാൻ നേരത്ത് കാണാത്ത രീതിയിലുള്ള കാഴ്ചയാണ് എൻ്റെ ഭർത്താവിനെയും അതേപോലെ തന്നെ മറ്റൊരു സ്ത്രീയെയും ഞാൻ കണ്ടു. ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഡ്രൈവർ എന്നെ തടയാൻ ശ്രമിച്ചു. പിന്നീട് പോലീസിനെ വിളിക്കുന്നു. പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്ത്രീയെ ഗണേഷ് കുമാർ എവിടെയോ കൊണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഈ ഫോൺ സംഭാഷണങ്ങൾ ഇതിനകം തന്നെ പുറത്തേക്ക് വന്നതാണ്. ജനങ്ങൾക്ക് അറിയേണ്ടത് തീർച്ചയായിട്ടും ഈ ഗണേഷ് കുമാർ പറയുന്ന പോലെ അതവരുടെ സ്വകാര്യ ജീവിതമാണ് എന്നൊക്കെ വെച്ചാലും അത് മറ്റൊരാൾ പരാതി പറയുമ്പോൾ അത് സ്വകാര്യ ജീവിതമല്ല. തീർച്ചയായിട്ടും ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ കുറേ കൂടി ഉത്തരവാദിത്വം വേണം. ധാർമ്മികമായിട്ട് ചെയ്യുന്നത് ശരിയല്ല. അതിനി എന്നൊക്കെ ന്യായീകരണം പറഞ്ഞ് വെള്ള പൂശാൻ ശ്രമിച്ചാലും ശരി. അദ്ദേഹം ഇന്നൊരാവശ്യമില്ലാതെ അന്തരിച്ചു പോയ കമല സുരയ്യ അഥവാ ഈ മാധവിക്കുട്ടീനെയൊക്കെ എടുത്ത് കൂട്ടുപിടിക്കുന്നതാണ്. പ്രണയം ഇല്ല എന്ന് പറഞ്ഞാൽ മാധവിക്കുട്ടിക്ക് പ്രണയമില്ല എന്ന് പറയുന്ന പോലെയാണ് എനിക്കും പ്രണയമില്ല എന്നൊക്കെ പറഞ്ഞാൽ പ്രണയമാണ്. 5000-ഓളം പേരോട് എനിക്ക് പ്രണയമുണ്ടെന്നും പ്രണയമില്ലാത്തവൻ പൊട്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഒരുപാട് കടന്ന് ഉരുണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദുൽഖർ സൽമാൻ്റെയും അതേപോലെ തന്നെ സണ്ണി വെയിൻ എന്ന് പറഞ്ഞ ആ നടൻ്റെയും കൂടെ ഒരു സിനിമയുണ്ട്, പച്ചക്കടൽ ചുവന്ന ആകാശം, അങ്ങനെ എന്തോ ആണ് ആ സിനിമയുടെ പേര്. അതിലൊരു ഡയലോഗുണ്ട്. അതായത് സ്നേഹമാണോ അതോ കാമമാണോ മറ്റെന്താണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദുൽഖർ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അതെനിക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ ശരിക്കും ഈ ഗണേഷ് കുമാറിൻ്റെ അസുഖത്തിന് ചേരുന്ന വാക്ക്. സ്നേഹമാണോ കാമമാണോ അതോ വേറൊരു സംഗതിയാണ്. അത് തന്നെയാണ് അതിന് ചേരുന്ന വാക്ക്. അല്ലാതെ ഇയാൾ ഈ ആലങ്കാരികമായിട്ട് പതപ്പിച്ച് പറയുന്ന പ്രണയമൊന്നുമല്ല. ഇതിൻ്റെ പേര് പ്രണയമൊന്നുമല്ല. ഇതിൻ്റെ പേര് പ്രണയം എന്നാണെങ്കിൽ യഥാർത്ഥ പ്രണയത്തിന് വേറെ വല്ല പേര് കണ്ടുപിടിക്കേണ്ടി വരും. പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ന്യായീകരണമൊക്കെ നല്ലതാണ്. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ അതൊക്കെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് ജനങ്ങളുടെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഇതിനൊക്കെയാണ് സമയം. ഇതിനൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾക്ക് സമയം ഇല്ലേ? അതൊരു വലിയ പ്രശ്നമാകുമല്ലോ. ജയിപ്പിച്ച് വിട്ടിരിക്കുന്നതല്ലേ, MLA ആയി, മന്ത്രിയായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. അതിനകത്ത് ഒരുപാട് മുന്നൊരുക്കങ്ങൾ വേണം. ഇതുപോലെ ഭാര്യ അറിയാതെ, ബന്ധുക്കൾ അറിയാതെ രഹസ്യമായിട്ട് വീട്ടിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പിന്നെ ഈ ചില പരിപാടികളൊക്കെ ചെയ്ത് രഹസ്യമായിട്ട് തന്നെ തിരിച്ചു എത്തിക്കണം. അവർക്ക് ഒരുപക്ഷെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അതപ്പോൾ നിയമം ഒക്കെ വിട്ട് മറ്റ് സാധാരണ ജനങ്ങൾക്ക് കിട്ടാത്ത തരത്തിലുള്ള ചില ആനുകൂല്യങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എവിടെ നിന്ന് പോകുന്നു? അതൊക്കെ ഖജനാവിൽ നിന്ന് പോകുന്നതാണോ, ജനങ്ങളുടെ കാശാണോ? അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ ജനങ്ങളുടെ പ്രശ്നമായി മാറുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതിനൊക്കെ ഒരുപാട് നേരമുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ക്രിമികടി മാറ്റാനുള്ള കാര്യമാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതേപോലെ സംഗതി നടന്നപ്പോൾ പരാതി കിട്ടിയിരുന്നു. ഉമ്മൻചാണ്ടി അതിലൊന്നും ചെയ്തില്ല. കാരണം കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ. അന്ന് ആ മന്ത്രിസഭയിലായിരുന്നു ഗണേഷ് കുമാർ ഉണ്ടായിരുന്നത്. അന്ന് അതിനെതിരെ ഘോരം പ്രസംഗിച്ച അതേ പിണറായി വിജയന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സമാനമായ പരാതി കിട്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഉമ്മൻചാണ്ടി എന്താണോ അന്ന് ചെയ്തത് അത് തന്നെയല്ലേ ഇന്ന് പിണറായി വിജയന് ചെയ്യുന്നത്. ഇടതിനാണേലും വലതിനാണേലും ഈ നീളത്തിൽ കുറേ നാക്കും വാചകം അടിക്കാനുള്ള കഴിവുണ്ടെന്നതിനപ്പുറം നിങ്ങളെക്കൊണ്ട് കാച്ചിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പത്തനാപുരംകാരോട് അവരിനിയും ജയിപ്പിക്കുമായിരിക്കും. അവർ ജയിപ്പിച്ച് വിടുന്നതുകൊണ്ട് മാത്രമാണ് ഇയാൾ ഈ തോന്നിവാസങ്ങൾ പിന്നെയും കാണിക്കുകയും ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കുകയും ഞാൻ ജയിക്കുന്നില്ലേ, ഞാൻ പിന്നെയും ജയിക്കുന്നില്ലേ, എന്നെ ജനങ്ങൾ ജയിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാനുള്ള ലൈസൻസാണ് ജനങ്ങൾ തരുന്നത് എന്ന തരത്തിൽ അയാൾ സംസാരിക്കുന്നതിൻ്റെ കാരണം മലയാളിയുടെ പ്രബുദ്ധതയാണ്. ആകപ്പാടെ ഉണ്ടായിരുന്ന കുറച്ച് ധാർമ്മികമായിട്ടുള്ള ചോദ്യം ചെയ്യാനും ഒക്കെ ജനങ്ങൾക്ക് പറ്റുന്നത് ഈ ജനപ്രതിനിധികളെയായിരുന്നു. അതായത് കുറേ കാലമായിട്ട് അങ്ങനെയായിരുന്നു. സിനിമാക്കാർ പോട്ടെ, അല്ലെങ്കിൽ കലാകാരന്മാർ പോട്ടെ, സാഹിത്യകാരന്മാർ പോട്ടെ, അവരുടെ പലരുടെയും വ്യക്തിജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അതങ്ങനെ ആയിപ്പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളങ്ങനെ ഒഴിവാക്കി വിട്ടിരുന്നു. പക്ഷേ ആ ഗണത്തിലായിരുന്നില്ല
രാഷ്ട്രീയ നേതാക്കളെ കരുതിയിരുന്നത്. ഒരു 10-20 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ചെറിയൊരു ആരോപണം വന്നാൽ പോലും രാജിവെച്ച് ധാർമ്മികത കൊണ്ട് രാജിവെച്ച് മാറി നിൽക്കുന്നവരായിരുന്നു. അതിൽ നിന്ന് കയ്യോടെ പിടിക്കപ്പെട്ടാലും ഇതെന്നെ പ്രണയമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ആ കാലത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും വന്നിരിക്കുന്നു. നമ്മളൊക്കെ ഓട്ടുകുത്തി യന്ത്രങ്ങൾ മാത്രമാണ്. ഇനിയും ജയിപ്പിച്ച് വിടുക. ഇതേപോലുള്ള കലാപരിപാടികളൊക്കെ നമുക്കിങ്ങനെ ഇരുന്ന് കാണാം. സത്യം പറഞ്ഞാൽ ഇതൊരു ന്യൂസായിട്ട് ചെയ്യണമെന്ന് പോലും എനിക്ക് താൽക്കാലിക അഴുക്ക കേസ് എന്ത് പറയാൻ ഇതിനൊക്കെ. പക്ഷേ നമ്മുടെയൊക്കെ എത്ര സമയമാണിത് വേസ്റ്റ് ചെയ്ത് കളയുന്നത് എന്ന് ഓർക്കുക. ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഇതെടുത്തിട്ട് അലക്കുന്നുണ്ട്. എത്ര സമയമാണ് അതിന് വേണ്ടിയിട്ട് കളയുന്നത്? റേറ്റിംഗ് ആണല്ലോ എല്ലാവർക്കും വേണ്ടത്. ഞാനാകെ ആ സ്ത്രീയുടെ ഫോൺ സംഭാഷണം മാത്രം കൊടുത്ത് എൻ്റേതായിട്ടുള്ള ഒരു ബൈറ്റും കൊടുത്തില്ല. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതിൽ പിണറായി വിജയൻ്റെ ഇരട്ടത്താപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ഗണേഷ് കുമാറിൻ്റെ കുത്സിത പ്രവൃത്തി അയാൾ എന്ത് കാണിച്ചാലും എനിക്കൊന്നുമില്ല. അയാളെ ജയിപ്പിച്ച് വിട്ടവരാണ് അതിൻ്റെ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവരനുഭവിക്കട്ടെ, അത്രയേ ഉള്ളൂ. ഇതുപോലുള്ളവരുടെയൊക്കെ ക്രിമിനലിയൊന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല. നമുക്കിവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എന്ത് പ്രതികരിക്കുന്നു, ഇതാണ് നമുക്കറിയേണ്ട ഒരു കാര്യം.